അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സക്കരിയ സ്വലാഹി റഹിമഹുല്ലാഹ് മതവിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നടത്തിയ പ്രഭാഷണത്തിന്റെ ഏതാനും സെക്കൻഡുകൾ മാത്രം കാണിച്ചുകൊണ്ട് സുജിത്ത് ജോൺ വർഗീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ചങ്ങാതി അവന്റേതായ രീതിയിൽ ചില കമന്റുകളൊക്കെ പറഞ്ഞ് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തതായി കണ്ടു. അദ്ദേഹത്തിന്റെ സംസാരം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് അദ്ദേഹം മുസ്ലിം വിരോധം തലയിൽ കയറ്റി നടക്കുന്ന ഒരു സാധുവാണ് എന്നാണ്. സക്കരിയ സ്വലാഹി റഹിമഹുല്ലയുടെ സംസാരത്തിന്റെ ഏതാനും സെക്കൻഡുകൾ മാത്രം കാണിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്ന രംഗം നമുക്ക് കാണാം. എന്തിനാണോ ഈ എഡ്യൂക്കേഷൻ? ഇസ്ലാമില്ലാത്ത എഡ്യൂക്കേഷൻ എന്തിനാ? ഞാൻ പറഞ്ഞു ഇന്ന് നിർത്തണം എന്റെ കുട്ടിയുടെ +2 ഇന്ന് നിർത്തണം. എന്താന്ന് ചോദിച്ചു. എടോ, നിന്റെ കുട്ടിയെ +2 പഠിപ്പിച്ചോന്ന് അള്ള ചോദിക്കുക. നിന്റെ കുട്ടി ദൂരസ്കരിച്ചോ അസംസ്കരിച്ചോ നിന്നോട് ചോദിക്കും, നിന്റെ മകളോടും ചോദിക്കും. നിർത്തണം സ്കൂൾ എന്ന് പറഞ്ഞു. ഇവരൊക്കെ കൂടിയാണല്ലോ നമ്മുടെ പിള്ളേർക്ക് വേണ്ടി രാപ്പകലില്ലാണ്ട് സത്യാഗ്രഹം കിടന്ന് സമരം ചെയ്ത് നീതി മേടിച്ചു കൊടുത്തതെന്ന് ഓർക്കുമ്പോഴാണ് ഈ രോമൊക്കെ എഴുന്നേറ്റിരിക്കുന്നുണ്ടോ. രോമാഞ്ചിഫിക്കേഷൻ അവിടെ തന്നെ നിൽക്കുക, രോമാഞ്ചിഫിക്കേഷൻ അവിടെ തന്നെ നിൽക്കുക. ഏതൊരു വിശ്വാസിക്കും അവരുടെ മക്കൾ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ആ വിശ്വാസത്തിന്റെ ഭാഗമായിരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ മതപണ്ഡിതന്മാർ അവരുടെ ഉത്തരവാദിത്തം നിർവഹിക്കും. ഭൗതിക വിദ്യാഭ്യാസം നേടുന്നതോടൊപ്പം മതവിദ്യാഭ്യാസവും നാം നൽകേണ്ടതുണ്ട്. അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ പഠിപ്പിച്ചു കൊടുക്കും, സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് ഇസ്ലാം മത വിശ്വാസി എന്ന് പറഞ്ഞാൽ അവന് കൃത്യമായൊരു ലക്ഷ്യമുണ്ട്. കേവലം ദുനിയാവിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടി ജീവിച്ചങ്ങോട്ട് മരിച്ചു പോകുക എന്നുള്ളതല്ല. പാരത്രിക വിജയമാണ് ഓരോ വിശ്വാസിയുടെയും ഓരോ മുസ്ലിമിന്റെയും പ്രധാന ലക്ഷ്യം. അത്തരം വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകൾ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പിന്നാലെ പോയി വെറും ദുനിയാവിന് വേണ്ടി ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് ഒരു മതപണ്ഡിതന്റെ ദൗത്യമാണ്. അത് അദ്ദേഹം നിർവഹിക്കുകയാണ്. നമുക്കിവിടെ സക്കരിയ സ്വലാഹി റഹിമഹുല്ലാഹ് ഇദ്ദേഹം ആരോപിച്ച രൂപത്തിൽ തന്നെയാണോ പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ അതേ സംസാരത്തിന്റെ തൊട്ട് മുമ്പും ശേഷവും എന്താണ് പറഞ്ഞിട്ടുള്ളത് ഒന്നൊന്ന് കേട്ടുന്നു. തട്ടിട്ട് വരാൻ പാടില്ല, ജുമയ്ക്ക് പോകാൻ പാടില്ല. ക്രിസ്ത്യാനിന്റെ സ്കൂളാ. ഇപ്പൊ തലശ്ശേരി കഴിഞ്ഞ മാസം ഒരു വലിയ വിവാദം നിങ്ങൾ പലരും ശ്രദ്ധിച്ചു കാണും. തലശ്ശേരിയിൽ ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കീഴിലുള്ള ഒരു സ്കൂള്. അവിടെ കുട്ടികൾക്ക് തട്ടിടാൻ പാടില്ല, കുട്ടികളെ ജുമയ്ക്കും കൂടി പറഞ്ഞേക്കൂല. വലിയ വിവാദം. ആളുകൾ അങ്ങോട്ട് സമരം ഇങ്ങോട്ട് സമരം, പെണ്ണുങ്ങളെ സമരം. എന്തിനായി സമരം ചെയ്യണേ? അച്ചായന്റെ സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കേണ്ട ആവശ്യമുണ്ടോ? ഇവർ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടല്ല ഈ സ്കൂളിൽ എല്ലാ നിയമങ്ങളും ഞങ്ങൾ പാലിക്കുന്നു. അവർ സർക്കാരിന് ഒരു ഗ്രാന്റും വാങ്ങാത്ത പ്രൈവറ്റ് സ്ഥാപന. അവരൊന്നും ചെയ്യാൻ സാധിക്കൂല. എന്നിട്ട് PTA മീറ്റിംഗ് കൂടിയപ്പോ കുറച്ചാളുകൾ, അല്ലെങ്കിൽ എന്തിനാ ഈ സ്കൂൾ പോണ കുട്ടികൾക്ക് തട്ടം മക്കനെയും മഫ്തിയും? ആരാ മാപ്പിള കുട്ടികളായി ചോദിക്കണേ? എന്നിട്ട് അവര് തമ്മിൽ അടിയായി. കുറച്ചാൾ ഇറങ്ങിപ്പോന്ന് എല്ലാരും കുട്ടികളെ പിൻവലിച്ച സ്കൂളങ്ങ് പൂട്ടും. 70% മാപ്പിള കുട്ടികളാണ് പഠിക്കുന്നത്. പല അച്ചായന്മാരെ സ്കൂളിൽ താകിർത്തുന്ന നമ്മളാണ്. ഇവിടുന്ന് വിളിച്ചു പറയാണ് മറ്റേ സ്കൂളിൽ ചേർക്കണം, ആ സ്കൂളിൽ ചേർക്കണം. ചോദിച്ചപ്പോൾ ഇവിടെ നല്ല എഡ്യൂക്കേഷനാണ്. എന്തിനാണോ ഈ എഡ്യൂക്കേഷൻ? ഇസ്ലാമില്ലാത്ത എഡ്യൂക്കേഷൻ എന്തിനാ? ഇസ്ലാമിക വേഷം ധരിക്കാതെ പ്രായപൂർത്തിയെത്തിയ ഒരു പെൺകുട്ടി സ്കൂളിൽ പോയാൽ അതിന്റെ കുറ്റം നിങ്ങൾക്ക് ഉണ്ടാകും. നിസ്കരിക്കാൻ വരെ സൗകര്യമില്ല. ഒരാൾ എനിക്ക് ഫോൺ ചെയ്തു, എന്റെ മോള് +2 പഠിക്കാണ്. രാവിലെ 7 മണിക്ക് പോകും, വൈകുന്നേരം 7 മണിയൊന്നും തിരിച്ചെത്തുമ്പോ. അപ്പൊ ക്രിസ്ത്യാനിയുടെ സ്കൂളായതുകൊണ്ട് 100 അസറൊന്നും നിസ്കരിക്കാൻ പറ്റൂല. മറ്റു മുസ്ലിം വീടുകളൊന്നും അതിന്റെ അടുത്തിൽ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ പ്രായപൂർത്തിയായ പെൺകുട്ടികൾ അങ്ങനെ അന്യ വീട്ടിൽ പോയി കരിക്കാൻ പറ്റൂല. എന്താ ചെയ്യേണ്ടത്? വല്ല ഇളവും കിട്ടുമെന്നറിയാൻ എന്നെ വിളിക്കുക. ഞാൻ പറഞ്ഞു ഇന്ന് നിർത്തണം എന്റെ കുട്ടിയുടെ +2 ഇന്ന് നിർത്തണം. എന്താന്ന് ചോദിച്ചു. എടോ, നിന്റെ കുട്ടിയെ +2 പഠിപ്പിച്ചോന്ന് അള്ള ചോദിക്കുക. നിന്റെ കുട്ടി ദൂരസ്കരിച്ചോ അസംസ്കരിച്ചോ നിന്നോട് ചോദിക്കും, നിന്റെ മകളോടും ചോദിക്കും. നിർത്തണം സ്കൂൾ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മളെ ആളുകളെ നിലവാരം എവിടെ എത്തിയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. വെറും ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പിന്നാലെ കുറച്ച് പൈസയും കൂടി ഉണ്ടായപ്പോ എല്ലാവരും കുട്ടികളെ ഡോക്ടർ എഞ്ചിനീയർ ആക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. പൂതിക്കൊന്നും കുഴപ്പമില്ല, പക്ഷെ ഇസ്ലാം ഒഴിവാക്കിയിട്ടുള്ള ഡോക്ടർ എഞ്ചിനീയർ നമുക്ക് വേണ്ട. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം എന്താ പറഞ്ഞത് നമ്മൾ കേട്ടല്ലോ. ഇത് മാത്രവുമല്ല, ഒരുപാട് കാര്യങ്ങൾ പിന്നെയും പറയുന്നുണ്ട്. പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടക്കുന്ന സംഭവങ്ങൾ, അതുപോലെ തന്നെ ഇന്നത്തെ തലമുറയുടെ അവസ്ഥ, ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായി അദ്ദേഹം വിശദീകരിക്കുന്ന ഒരു പ്രഭാഷണത്തിന്റെ ഏതാനും സെക്കൻഡുകൾ മാത്രം കാണിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഈ രീതിയിൽ ഒരു കമന്റ് പറഞ്ഞത്. വിദ്യാഭ്യാസത്തിനെതിരാണ് മതപണ്ഡിതന്മാർ എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് ഇദ്ദേഹം നടത്തിയത്. ഏതായിരുന്നാലും ഇദ്ദേഹം ഈ രീതിയിൽ വന്ന അവസ്ഥക്ക് ഇദ്ദേഹത്തിന് വേണ്ട സാരോപദേശം തന്നെ നമുക്ക് നൽകാം. ഇത് കേൾക്കുമ്പോൾ ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകളെ കുറിച്ച് തന്നെയാണോ ഇത് പറഞ്ഞത് എന്ന് സംശയിച്ചു പോകും. അതിനു മാത്രം കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ സംസാരം. ടോട്ടൽ ഡെവലപ്മെന്റ് ഓഫ് എ പേഴ്സൺ. ആധുനിക വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഞാൻ കണ്ട ഏറ്റവും ശക്തമായ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് ഒരു കാർട്ടൂണാണ്. വലിയ ഒരു തല, ഇടുങ്ങിയ നെഞ്ച്,
തേമ്പിയ കാലുകൾ ഉള്ള ഒരു മനുഷ്യരൂപം. ആധുനിക വിദ്യാർത്ഥിയുടെ ചിത്രം ഒരാൾ വരച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ബൗദ്ധികമായ വളർച്ചയുണ്ട്, വലിയ തലയാണ്, പക്ഷേ ഹൃദയം സങ്കുചിതമാണ്, ഇടുങ്ങിയ നെഞ്ച്. ജീവിത യാഥാർത്ഥ്യങ്ങളെ നേരിടാനുള്ള ബലമില്ലതാനും, തേമ്പിയ കാലുകൾ. ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹത്തെ ശ്രദ്ധിച്ചാൽ ഈ നിരീക്ഷണം വളരെ ശരിയാണ് എന്ന് പറയേണ്ടി വരും. ഇതിന് പ്രധാന കാരണം ദൈവബോധമില്ലായ്മയാണ് എന്ന് ഞാൻ പറയും. കേട്ടില്ലേ സഹോദരങ്ങളെ, കൃത്യമായി സുജിത്ത് ജോൺ വർഗീസിനെ കുറിച്ച് തന്നെ പറഞ്ഞതുപോലെയാണ് എനിക്ക് അദ്ദേഹത്തിന്റെ സംസാരം കേട്ടപ്പോൾ തോന്നിയത്. ഇനി ഏതാനും ചില വചനങ്ങൾ കൂടി അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്, അതും കൂടി നമുക്കൊന്ന് കേൾക്കാം. സുജിത്ത് ജോൺ വർഗീസിന് സന്തോഷമായിക്കോട്ടെ. സദൃശവാക്യങ്ങൾ 4-ാം അധ്യായം 4-5 വാക്യങ്ങൾ. എൻ്റെ വചനങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊള്ളുക, എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കാം, ജ്ഞാനം സമ്പാദിക്കാം, വിവേകം നേടുക, എൻ്റെ വചനങ്ങളെ വിട്ടുമാറുകയും അരുത്. കാരണം 119-ാം സങ്കീർത്തനം 105-ാം വാക്യം പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവും ആകുന്നു എന്നാണ്. സദൃശവാക്യങ്ങൾ 8-ാം അധ്യായം 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ജ്ഞാനം മുത്തുകളേക്കാൾ നല്ലതാകുന്നു, മനോഹരമായതൊന്നും അതിന് തുല്യമാകയില്ല. ഉള്ളിലെ വെളിച്ചം ദൈവമാണ്. നമ്മുടെ മനസ്സ് ദൈവം തന്ന വലിയ ഒരു വരദാനമാണ്. ചിന്തിക്കുവാനുള്ള കഴിവ്, വായിക്കുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനുള്ള കഴിവ്, പരീക്ഷ എഴുതുമ്പോൾ എല്ലാം ഓർമ്മയിൽ വരുന്നത് എല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്. നാം സ്വാംശീകരിക്കുന്ന അറിവുകളെ നമ്മുടെ ഉള്ളിൽ പരിവർത്തനം ചെയ്ത് വെളിച്ചമാക്കുന്നത് ദൈവവചനമാണ്. സങ്കടത്തോடு തന്നെ പറയട്ടെ, ഇന്ന് നമ്മുടെ തലമുറയ്ക്ക് എല്ലാ ഇൻഫർമേഷനുമുണ്ട് ദൈവത്തെക്കുറിച്ചുള്ളതൊഴികെ. ഒരു ബലൂൺ കച്ചവടക്കാരൻ പല നിറത്തിലുള്ള ബലൂണുകൾ വീർപ്പിച്ച് കയ്യിൽ കൂട്ടിപ്പിടിച്ചിരിക്കുകയാണ്. കൂട്ടത്തിൽ കറുത്ത ഒരെണ്ണം വളരെ ഉയരത്തിൽ നിൽക്കുന്നു. കാരണം അതിൽ ഹീലിയം നിറച്ചിട്ടുണ്ടായിരുന്നു. ഒരു കൊച്ചുകുട്ടി എല്ലാം ശ്രദ്ധിച്ചിട്ട് അയാളോട് ചോദിച്ചു, ഒത്തിരി നല്ല നിറമുള്ള ബലൂണുകൾ ഉണ്ടല്ലോ, ഈ കറുത്തത് മാത്രം എന്താ ഉയരം നിൽക്കുന്നത്? അയാൾ പറഞ്ഞു, മോനെ, നിറമല്ല പ്രധാനം, അതിനുള്ളിൽ എന്താണ് നിറച്ചിരിക്കുന്നത് എന്നതാണ് പ്രധാനം. അപ്പോൾ സുജിത്ത് ജോൺ വർഗീസ്, താങ്കൾക്ക് ഈ സാരോപദേശം ബോധിച്ചു കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതെല്ലാം കേട്ട അവസ്ഥക്ക് സുജിത്തിന് എന്തോ പറയാനുണ്ട്, അതും കൂടി നമുക്കൊന്ന് കേൾക്കാം. ആദ്യത്തെ പകുതി നല്ല ഈമാനുള്ള കളിയായിരുന്നു. അവസാനത്തെ 15 മിനിറ്റ് കർത്താവ് കുരിശേന്ന് വന്നങ്ങ് തകർത്ത് കളഞ്ഞു. സഹിക്കാൻ പറ്റുമോ? ഇല്ല, സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വർഗീസെ, വർഗീയത പറഞ്ഞു നടക്കരുത്.